ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെപ്പോൾ ഉള്ളതെന്നല്ലേ, ഞാൻ ദോഹയിൽ നിന്നൊരു 15 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈ ചെയ്തു. അവിടുന്ന് ഒരു 4 മണിക്കൂർ ട്രാൻസിറ്റ് എടുത്ത് പിന്നെ അവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ട് എത്തിയാണ് ഇവിടെ. എവിടെയെന്ന് വെച്ചാൽ റിയോ ഡി ജനീറോ, ബ്രസീൽ. ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി, രാത്രി ഇവിടെ എത്തി. ആക്ച്വലി ഇന്നലെ റെസ്റ്റ് എടുത്ത് ഇന്ന് രാവിലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടെ വരാനുള്ള മെയിൻ ഉദ്ദേശം വെച്ചാൽ റിയോ ഡി ജനീറോയിലാണ് നമ്മുടെ 7 ലോകാത്ഭുതങ്ങളിൽ ഞാൻ കാണാൻ പോകുന്ന 6ാമത്തെ ലോകാത്ഭുതമായ ക്രൈസ്റ്റ് റെഡീമർ ഉള്ളത്. ക്രൈസ്റ്റ് റെഡീമർ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയാണ്. ഇപ്പം ഒരു ടൂർ കമ്പനി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ 9:20 ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ തന്നവരുണ്ട്. ഇപ്പോൾ ഏകദേശം 9 മണിയായി. ഇവിടുന്ന് ഒരു 500 മീറ്റർ നടക്കാണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്ലാനിലുള്ളത് ഒന്ന് ക്രൈസ്റ്റ് റെഡീമർ, പിന്നെ ഒരു ഷുഗർ ലോഫ് മൗണ്ടൻ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. ആ ഷുഗർ ലോഫ് മൗണ്ടൻ്റെ പേര് കിട്ടിയത് ഒരു ഇന്ത്യൻ ബന്ധുണ്ട്, അത് പറയാം. പിന്നെ ഉള്ളത് മാരക്കാന സ്റ്റേഡിയം, ഫുട്ബോൾ പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്ത മറക്കാന സ്റ്റേഡിയം, അത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സ്റ്റെപ്പോട് ഭയങ്കര ഫേമസ് ആട്ടോ, സെല്ലറോൺ സ്റ്റെപ്സ് എന്ന് അതിന് പറയാം. ഇതിപ്പോൾ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടുത്തായതുകൊണ്ടാണ് ജസ്റ്റ് വന്ന് നോക്കിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ടൂർ ചെയ്യേണ്ട സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് വന്ന് നോക്കണം. നല്ല അടിപൊളി സംഭവം കേട്ടോ, കുറേ ദൂരമുണ്ട്. സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ തെരുവോര കച്ചവടക്കാരുണ്ട് കേട്ടോ. അതിലധികം ഇങ്ങനെ ബ്രസീലിൻ്റെ ജേഴ്സിയൊക്കെയാണ്. റൊണാൾഡോ, നെയ്മർ എല്ലാവരും ഉണ്ട്. ഇവിടെ ഭയങ്കര കളർഫുൾ കേട്ടോ, എല്ലാ സംഭവങ്ങളും നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ വീടിൻ്റെ പെയിൻറ്റിങ്ങുകളായാലും സ്ട്രീറ്റായാലും ഡ്രസ്സുകളായാലും ഭയങ്കര കളർഫുള്ളായിട്ട് ഉണ്ടാക്കി. ഒരുപാട് ആർട്ടിക്കിൾ വായിച്ചിരുന്നു, പിന്നെ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. ഇവിടെ ഇങ്ങനെ ക്യാമറയും ഫോണൊന്നും അങ്ങനെ കയ്യിൽ പബ്ലിക്കായിട്ട് കാണുന്ന രീതിയിൽ വെച്ച് നടക്കരുത്, ആൾക്കാർ തട്ടിയെടുത്ത് ഓടുന്നു. ആ ഒരു പേടിയുണ്ട് മനസ്സിൽ. സ്പീഡിൽ നടക്കേണ്ട ഏതായാലും. ബസ്സിൽ ഏകദേശം 20 മിനിറ്റ് ട്രാവൽ ചെയ്ത് ഇവിടെ ക്രൈസ്റ്റ് റെഡീമറിൻ്റെ അടുത്തെത്തി. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. നമ്മളെ ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുക്കാൻ കുറച്ച് അധികം തിരക്കുണ്ട്. അപ്പോൾ 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, കാണിച്ചു കേട്ടോ. ഗൈഡ് ടിക്കറ്റ് എടുത്ത് വന്നു. ഇവിടുന്ന് ഏകദേശം 15 മിനിറ്റ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മിനി ബസ്സുകളുണ്ട്, അതിൽ കയറി മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. വേറെ വണ്ടികളൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ആ മിനി ബസ്സിൻ്റെ ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. ആ മിനി ബസ്സിൻ്റെ ടിക്കറ്റും പിന്നെ ക്രൈസ്റ്റ് റെഡീമറിലേക്ക് കയറുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ മിനി ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ്സുകൾ. Yes, obrigado. Parque aberto até que horas? Oi? O parque é aberto. Muito bem. അപ്പോൾ എൻ്റെ ലൈഫിലെ 6ാമത്തെ വേൾഡ് വണ്ടർ കാണാൻ പോവാണ്, ക്രൈസ്റ്റ് റെഡീമർ. ഇവിടെ ജനക്കൂട്ടമാണ് ഗൈസ്, ജനക്കൂട്ടമാണ്. എത്ര ആൾക്കാർ നിന്ന് തിരിയാൻ സ്ഥലമല്ല. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ ടെജൂക്ക നാഷണൽ പാർക്കിലാണ്. ടെജൂക്ക നാഷണൽ പാർക്കിലെ കോർക്കവാഡോ മൗണ്ടൻ്റെ മുകളിലാണ് ഈ ക്രൈസ്റ്റ് റെഡീമറിന് സ്റ്റാച്ചു ഉണ്ടാക്കിയത്. 30 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്, ഈ ക്രൈസ്റ്റ് റെഡീമറിൻ്റെ ഹൈറ്റ്. 28 മീറ്ററാണ് എൻ്റെ 2 കൈയും തമ്മിലുള്ള വീതി. 1931 ഇതുണ്ടാക്കിയത്. ഇതിൻ്റെ ഒറിജിനൽ പ്ലാനിൽ ഒരു കയ്യിൽ ഗ്ലോബും ഒരു കയ്യിൽ കുരിശും വെച്ചിരിക്കുന്ന മോഡലായിരുന്നു, അതായിരുന്നു അപ്രൂവ് ആയത്. പിന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്ലാൻ പെട്ടെന്ന് മാറ്റി 2 കൈ ഇങ്ങനെ വൈഡ് ചെയ്തിട്ട് ലോക സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. നല്ല ചൂടാണ് ഇതിൻ്റെ മുകളിൽ. ഇവിടുത്തെ മുകളിൽ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് റിയോ സിറ്റിയിലേക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ട്, അത് നോക്കുമ്പോൾ. വ്യൂ നോക്കിയേ, വാവ്. ആ നേരെ കാണുന്നുണ്ട് മാരക്കാന സ്റ്റേഡിയം. ഓക്കെ, റിയോ സിറ്റി ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വാവ്.
ഇവിടെ ഹെലികോപ്റ്റർ ടൂറൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഹെലികോപ്റ്റർ ആണല്ലേ. ഉണ്ട്, ഇവിടെയൊക്കെ ഹെലികോപ്റ്റർ ഉണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി കൊടുക്കുന്നത് 1850-ലാണ്. അന്നത്തെ ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇവിടുത്തെ രാജാവായിരുന്ന പെഡ്രോ ടു രാജാവിൻ്റെ മകളായ ഇസബൽ അവരിവിടുത്തെ റിജൻ്റ് ആയിരുന്നു. അവർക്ക് വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കണമെന്ന് വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യണം. അവരാണ് ഇവിടെ എന്താ പറയുക, ഈ സ്ലേവറി അടിമത്തൊക്കെ നിർത്തലാക്കിയത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രതിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പേരിൽ പ്രതിമ വേണ്ട, പ്രതിമ ഉണ്ടാക്കുകയാണെങ്കിൽ ക്രൈസ്റ്റിൻ്റെ പേരിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ 1850 ഇത് റിജക്റ്റ് ആയിപ്പോയി. പിന്നെ 1900-ലാണ് രണ്ടാമത് ഇതിൻ്റെ പ്രൊജക്റ്റ് തട്ടിക്കുട്ടിയെടുത്ത് രണ്ടാമത് പണി തുടങ്ങുന്നത്. അങ്ങനെ 1931-ലാണ് ഇതിൻ്റെ പണി തീർത്തത് ക്രൈസ്റ്റ് റെഡീമർ. ഇതിൻ്റെ താഴെ ചെറിയൊരു ചാപ്പലുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് കല്യാണമൊക്കെ നടക്കും. ഒരുപാട് കാലം മുന്നേ ബുക്ക് ചെയ്യണം, ഒരുപാട് ടൈം മുന്നേ ബുക്ക് ചെയ്താലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കോർക്കവാട് മൗണ്ടൻ്റെ മുകളിലുള്ളത്. മലേൻ്റെ മുകളിലാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കൊണ്ട് ഒരുപാട് പ്രാവശ്യം മിന്നൽ പറ്റിയിട്ടുണ്ട്. മിന്നൽ പറ്റുമ്പോഴൊക്കെ അത് റിപ്പയർ ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന കോലത്തിലാക്കിയത്. ഒരു പ്രാവശ്യം മിന്നൽ പറ്റിയതിൻ്റെ ഒരു വിരൽ വീണ് പോയിരുന്നു. അതിൻ്റെ ഏകദേശം അവർ റിപ്പയർ ചെയ്താണ്. ഇപ്പോഴും കണ്ട് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് അവിടെ ഉണ്ടല്ലേ. ക്രൈസ്റ്റ് റെഡിമർ കണ്ടിറങ്ങി ഇനി തിരിച്ചു പോകാനുള്ള വാനിലേക്കുള്ള ക്യൂ ആണിത് ഉണ്ടല്ലേ. ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് കാണാൻ പോകുന്ന ഷുഗർ ലോഫ് മൗണ്ടനാണ്. ഇവിടുന്ന് കേബിൾ കാർ എടുക്കണം. ഏകദേശം 400 മീറ്റർ, ഈ ഹാർബറിൽ 400 മീറ്റർ ഉയരത്തിലാണുള്ളത് ഷുഗർ ലോഫ് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മുകളിലെത്താൻ 2 കേബിൾ കാർ ഉണ്ട്. അപ്പോൾ കേബിൾ കാറിന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുണ്ട് ലൈന്. ഇതാണ് കേബിൾ കാർ. ഇതിലാണ് കയറാൻ പോകുന്നത്. 65 ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന പറഞ്ഞു. ഈ മലയാണ് ഉറുക്കാമല. അതിന് മുകളിലാണ് ഫസ്റ്റ് പോകുന്നത്. അവിടുന്ന് പിന്നെ രണ്ടാമത്തെ കയറി കാറ്റടിച്ചിട്ട് നല്ല ആട്ടാണ്. ¿De Mesquita estás hablando? No, de Sydney Quina. Ah, Quina está muy bien. Yo hice un curso de Carilla School, pero allá, en Gijón. Quina. Mind the gap between the cable car and the person. Cuidado con el espacio entre el teleférico y la plataforma. Cuidado con el ഓക്കെ, ഫസ്റ്റ് കേബിൾ കാർ കഴിഞ്ഞു. ഇതിന് ഉറുക്ക മൗണ്ട് എന്ന് പറയും, ഉറുക്ക സമ്മിറ്റ് എന്ന് പറയും. ഇവിടുന്ന് രണ്ടാമത്തെ കേബിൾ കാർ കയറണം. അതിലേക്ക് പോവാണ്. ആയിരത്തി 1912-ലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇത് റീബിൽഡ് ചെയ്ത് 1972-ൽ, പിന്നെ 2008-ലും. അടുത്ത ഷുഗർ ലോഫ് സമ്മിറ്റിലേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്, നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ആ കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലേക്ക് ഇവിടെ നടക്കുകയാണ്. ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ മരങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നും അതേമാതിരി മലേഷ്യ, ഇന്തോനേഷ്യ എന്നൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചുണ്ടാക്കിയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ചക്ക, പ്ലാവൊക്കെ കാണും കേട്ടോ. അതാ പ്ലാവ് കാണുന്നുണ്ട്. അപ്പോൾ ഗൈഡ് ഈ ഒരു പ്ലാവിൻ്റെ അടുത്തെത്തിയപ്പോൾ ടൂറിസ്റ്റിലൊക്കെ പിടിച്ച് വരുത്തിയിട്ട് കാണിച്ചെടുക്കും. ഇതാണ് ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ചക്ക ഉണ്ടാക്കിയിട്ടില്ല, ചെറുതാണ്, അതിലുണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ മൊത്തം കാടാക്കിയത് 6 ആഫ്രിക്കൻ സ്ലേവ്സാണ്. 6 ആഫ്രിക്കൻ അടിമകളാണല്ലോ ഈ ഇത്രയും വലിയ കാട്. ഇത് 13 വർഷം കൊണ്ടിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗൈഡ് പറയണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന്. 13 വർഷം കൊണ്ടാണ് ഇങ്ങനെ കാട് ഉണ്ടാക്കിയത്. 6 പേര്
ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് മരത്തിൻ്റെ തൈകളൊക്കെ നട്ടിട്ട്. ഇവിടെയാണ് ഷുഗർ ലോഫിലേക്കുള്ള ബോർഡിങ്. ഉണ്ടോ, എഴുതിയിട്ടുണ്ട്. അവിടേക്ക് അവിടെ ക്ലൗഡ്സ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് വയർ കാണുന്നില്ല. ഈ കേബിൾ കാർ പോകുമ്പോൾ നോക്കണം. ചിലപ്പം കേബിള് ക്ലൗഡിൻ്റെ ഉള്ളിലേക്ക്, മേഘത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. നോക്കാം. ഈ ഷുഗർ ലോഫ് മൗണ്ടൻ എന്ന് പേര് വരാൻ കാരണം വെച്ചാൽ പണ്ട് നമ്മളെ ഇന്ത്യയിലെ ഗോവയിൽ നിന്നൊക്കെ ആയിരുന്നു പോലും പഞ്ചസാര കൊണ്ടുവന്നിരുന്നത് ഇങ്ങോട്ട്. പഞ്ചസാര ഇങ്ങനെ ബ്രെഡിൻ്റെ ഇതില്ലേ അതേമാതിരി ഷേപ്പിൽ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണല്ലോ പഞ്ചസാര ഇട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ മൗണ്ടൻ കണ്ടപ്പം ഇതിൻ്റെ ആൾക്കാർക്ക് ആ ഒരു പഞ്ചസാര ഇട്ട പാത്രത്തിൻ്റെ ഒരു ഷേപ്പ് തോന്നി. അങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഈ മൗണ്ടനെ ഷുഗർ ലോഫ് മൗണ്ടൻ എന്ന് വിളിക്കാൻ വേണ്ടി കാരണം. അപ്പം ആ ഷേപ്പ് നമുക്ക് അവിടെ പോയാൽ മനസ്സിലാവും. പോയി നോക്കാം. അടുത്ത കേബിൾ കാർ വരുന്നുണ്ട്. ഇതിലാവും നമുക്ക് കയറേണ്ടി വരാം. ഷുഗർ ഓഫ് മൗണ്ടൻ സമ്മിറ്റിലേക്കുള്ള യാത്ര തുടങ്ങി. ഓക്കെ, മഞ്ഞ് മാത്രമേ ഉള്ളൂ, ഒന്നും കാണില്ല. മുകളിലേക്ക് ഒന്നും കാണില്ല. മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പോകണം. നല്ല കാറ്റടിക്കുന്നുണ്ട്. കുറച്ച് സ്കേറിയാണ്. എവിടേക്കാണ് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. കോവിഡിനോട് കൂടെ ഒരു വസ്തുണ്ട്. ഫുള്ള് വൈറ്റ് കളർ മാത്രം. സ്റ്റേഡിയത്തിൻ്റെ ഏകദേശം എത്തി വന്നിട്ട്. എത്തി. Si ci vede un favelatore la Rosia vabbè, ma questa si vende la Wow. It's so foggy. I can't even see. Full fogan. Okay. Wow. ഇതിൻ്റെ മുകളിലെത്തി ഒന്നും കാണില്ല. ഫുൾ ഫോഗാണ്. എവിടെ ഷുഗർ ലോഫ് മൗണ്ടൻ നോക്കട്ടെ കേട്ടോ. ഇവിടെ ഒന്നും കാണില്ല. ഇങ്ങനെ ഈ ഫോഗ് ഇങ്ങനെ പറക്കണ്ടെന്നല്ലാതെ വേറെ ഒന്നും കാണില്ല ഇവിടെ. അപ്പോൾ ഷുഗർ ലോഫ് മൗണ്ടൻ ഫ്ലോപ്പായി. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് ഫോഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കോപ്പക്കബാന ബീച്ച് കേട്ടില്ലേ, ഫേമസ് കോപ്പക്കബാന ബീച്ച്. അവിടേക്കുള്ളൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഇതാണ് ആ വ്യൂ പോയിൻ്റ്. അവിടെയാണ് ഈ ഭാഗത്ത് എവിടെയോ ആണ് കോപ്പക്കബാന ബീച്ച് ഉള്ളത്. അടിപൊളി വേൾഡ് ഫേമസ് ബീച്ചാണ് പോലും. അപ്പം അത് കാണാൻ പറ്റില്ല. കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതൊക്കെ വ്യൂ പോയിൻ്റാണ്. സെയിം അവസ്ഥ തന്നെ ആവും. മരത്തിന് മുകളിൽ വെള്ളം ഇട്ടാണ് കേട്ടോ. ഇതൊക്കെ ഫോഗില്ലെങ്കിലൊക്കെ അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാടുമൊക്കെ, കാടും മഞ്ഞൊക്കെ ഇത് ഭംഗിയല്ലേ. ആൽമരമാണ് കേട്ടോ ഇത്. എന്തോ ഒരു ഫീല്. ഷുഗർ ലോഫ് മൗണ്ടൻ പറഞ്ഞാണ്. ഇതാണ് 1912 ഉണ്ടാക്കിയ കേബിൾ കാറിൻ്റെ ബാക്കി ഭാഗങ്ങൾ. അന്ന് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നല്ല ഇരുമ്പിൻ്റെ ചക്രങ്ങൾ, അതിൻ്റെ ഗിയറൊക്കെ ഉണ്ടല്ലേ. അതിൻ്റെ ഗിയറും സംഭവങ്ങളൊക്കെയാണ്. ചക്രങ്ങളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഫോട്ടോ എക്സിബിഷനാണ് അവിടെ.
Come on, children, come on. Wow. ചക്ക ഉണ്ടായി നിൽക്കണൊക്കെ ഫുള്ള് ചക്ക അതിൻ്റെ മുകളിൽ. 2012 ഫസ്റ്റ് ഓടിയിരുന്ന കേബിൾ കാറാണിത്. ഇതാ ഇത് 2012. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കേബിൾ കാർ വന്ന് ഉണ്ടല്ലോ. ഫസ്റ്റിൽ 10 ആൾക്കാർ കയറാൻ പറ്റുന്നത്, രണ്ടാമത്തേൽ 25 ആൾക്ക് കയറാൻ പറ്റുന്നതാക്കി. ഇപ്പോൾ നമ്മൾ കയറി കേബിൾ കാറിൽ 65 ആൾ വരെ പോകുന്നത്. നമുക്ക് പോകാനുള്ള കേബിൾ കാർ എത്തി. മഞ്ഞ് കാരണം ഷുഗർ ലോഫ് മൗണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ലെങ്കിലും ആ കേബിൾ കാർ റൈഡ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഐറ്റിനറിയിൽ അടുത്ത് ഉള്ളത് ലഞ്ചാണ്. ലഞ്ച് കഴിക്കാൻ പോവാണ് ഈ ബസ്സിൽ കയറി തന്നെ പോകുന്നത്. ബാക്കിലെ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചത്. ഫുഡ് ഫ്രീ ആണ് ഈ പാക്കേജിൽ. ഞങ്ങൾ ടൂറിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഫുഡൊക്കെ. അൺലിമിറ്റഡ് ബുഫേ ലഞ്ചാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഫുഡിന് പൈസ കൊടുക്കണ്ട, പക്ഷേ എന്തെങ്കിലും ഫുഡ് ബാക്കി കഴിക്കുകയാണെങ്കിൽ അതിന് പൈസ കൊടുക്കണം. അപ്പം പ്ലേറ്റിൽ എടുത്ത ഫുഡിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും മുഴുവൻ കഴിക്കേണ്ടി വന്നു. പ്രശസ്തമായ മറക്കാന സ്റ്റേഡിയമാണിത് ഇതല്ലേ. 1950 തുറന്നത്. 1950 നടന്ന വേൾഡ് കപ്പിൽ ബ്രസീൽ ഉറുഗ്വേയോട് 2-1 തോറ്റപ്പം ഏകദേശം 1,78,000 കാണികൾ ഇവിടെ നിന്നിട്ട് കണ്ണീര് വാർക്കുകയെന്ന് പറഞ്ഞു. ബ്രസീൽ ടീമിലെ പല പ്രശസ്തരായ കളിക്കാരും കളിച്ച് വളർന്ന സ്റ്റേഡിയമാണിത്, മറക്കാന സ്റ്റേഡിയം. പിന്നെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. 1958-ലും 62-ലും ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ബെല്ലിനിയുടെ ഒരു സ്റ്റാച്ചു ആണ് ഇതിന് മുന്നിലുള്ളത്. എന്താ അന്ന് ഏകദേശം 2 ലക്ഷത്തോളം കാണികൾ ഇതിനുള്ളിൽ കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വേൾഡ് കപ്പിന് മാത്രം 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത് ഏകദേശം 26ഓളം കളികൾ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. 2014 നടന്ന വേൾഡ് കപ്പിൽ ആദ്യം ഇതിൻ്റെ മേലെ ഫുൾ ടെറസുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ കൊള്ളാൻ കാരണം. 2014 വേൾഡ് കപ്പ് നടന്നപ്പം ആ ടെറസുകളൊക്കെ മാറ്റി അവിടെയൊക്കെ സീറ്റാക്കി. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി 75,000 കുറഞ്ഞ് 74,000 സംതിങ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ, 73-74 സംതിങ് ഉള്ളൂ. To the right, the Maracana Senior, Liquid Maracana, smaller stadium for other sports, not soccer. We have basketball, volleyball. Okay. മാറക്കാന സ്റ്റേഡിയത്തിന് അടുത്ത് തന്നെയാണ് കത്തീഡ്രൽ ഓഫ് സെൻറ്റ് സെബാസ്റ്റ്യൻ അഥവാ സെൻറ്റ് സെബാസ്റ്റ്യൻ ഓഫ് റിയോഡി കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ഈ ചർച്ചുള്ളത്. ബ്രസീലിലെ റിയോഡി ജനീറോ നഗരത്തിലെ ആർച്ച് ബിഷപ്പ്മാരുടെ കത്തീഡ്രലാണ് ഈ കത്തീഡ്രൽ. റിയോഡി ജനീറോയുടെ രക്ഷാധികാരിയായ വിശുദ്ധ സെബാസ്റ്റ്യനോടാണ് ഈ ദേവാലയം സമർപ്പിച്ചിരിക്കുന്നത്. മായൻ വാസ്തുശില്പ ശൈലിയിലുള്ള പിരമിഡുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ കത്തീഡ്രൽ ഉണ്ടാക്കിയത്. നിലവിലെ കത്തീഡ്രൽ 1964-ലും 1979-ലും ഇടയിൽ നിർമ്മിച്ചതാണ്. നഗരത്തിൻ്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. റിയോഡി ജനീറോ എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് നിന്ന് അർത്ഥം. ഏകദേശം 20,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇതിനുള്ളിലുണ്ട്. ഞാൻ ബുക്ക് ചെയ്തിരുന്ന ടൂറ് ഈ ഒരു ചർച്ച് വിസിറ്റോട് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് കാണാൻ പോകുള്ളത് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു പോകുന്ന സെലറോൺ സ്റ്റെപ്സ് കാണാൻ വേണ്ടി പോവാണ്. റിയോഡി ജനീറോയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സെലറോൺ സ്റ്റെപ്സ്. ചിലിയൻ വംശജനായ കലാകാരൻ ജോർജ് സെലറോണിൻ്റെ സൃഷ്ടിയാണിത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ സ്റ്റെപ്സ് അറിയപ്പെടുന്നത്. 2000-ലധികം ടൈലുകൾ ആണ് ഈ സെലറോൺ സ്റ്റെപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സെലറോൺ തന്നെ കൈകൊണ്ട് വരച്ച 300 ടൈലുകൾ കൂടാതെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൈലുകൾ ഇറക്കുമതി ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയത്. 60 രാജ്യങ്ങളിലെ ടൈലുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റെപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പടികളുടെ ശില്പിയായ ജോർജ് സെലറോൺ 1980-ലാണ് ചിലിയിൽ നിന്നും ബ്രസീലിലേക്ക് കുടിയേറി താമസം മാറ്റുന്നത്. 1990-ൽ തൻ്റെ വീടിൻ്റെ മുന്നിലുള്ള പടി ഒന്ന് ഭംഗി കൂട്ടാമെന്ന് വെച്ച് അദ്ദേഹം ബ്രസീലിൻ്റെ പതാകയുടെ കളറുകളായ പച്ചയും മഞ്ഞയും ഉപയോഗിച്ച് ടൈലുകൾ ഉപയോഗിച്ച് അത് മനോഹരമാക്കാൻ തുടങ്ങുകയാണ്. പിന്നെ പല രാജ്യത്തു നിന്നും ആൾക്കാർ ഈ പ്രക്രിയയിലേക്ക് ടൈൽസ് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു.
ഏകദേശം 20 വർഷം എടുത്തിട്ടാണ് സെൽഡോൺ ഈ 220ഓളം സ്റ്റെപ്പുകൾ പൂർത്തിയാക്കുന്നത്. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഡിപ്രഷൻ അടിമപ്പെട്ട് ഈ സ്റ്റെപ്പിൻ്റെ മേലെ നിന്ന് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ്. അപ്പോൾ ബ്രസീൽ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.